എനിക്ക് വേണ്ട അമ്മാവക്ക് കൊടു. എനിക്കൊന്നു മതി. അറിയാം. എനിക്ക് താങ്ക് യു. മതി മതി. കറി കൊള്ളാല്ലേ? അയ്യോ ഗ്രീൻ പീസ് അറിയപ്പോ. അയ്യോ എന്താ അയ്യോ അയ്യോ തലയ്ക്ക് അടി കിട്ടിക്കാണും. രാവിലെ തന്നെ പിരി പോയി. കടത്തിലുത്തിയമ്മ രണ്ട് എക്സ്പ്രഷൻ ഓപ്പോസിറ്റ് എക്സ്പ്രഷൻ ആയിട്ടിരിക്കുന്നു. ഒരാൾ ചിരിക്കുന്നു, ഒരാൾ കരയുന്നു. എന്ത് പറയട്ടെ, സംഭവം ഉണ്ടായി. എന്തുവാ? ഇന്നലെ രാത്രി നിങ്ങളുടെ അമ്മ എന്നെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. എന്ത് കൊതുകടിയായിരുന്ന? പിന്നെ എന്തോ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അത് സ്ഥിരം ഉള്ളതല്ലേ, ഓരോ സ്വപ്നം കാണുക, എണീറ്റ് ഓടുക. അന്ന് മറ്റേ ഓർമ്മയുണ്ട, എന്തോ ഒരു ഡ്രാഗൺ കുഞ്ഞോ എന്തോ ഒരു സാധനം അമ്മ കുത്ത ഒട്ടിക്കണം അങ്ങനെ എന്തോ പറഞ്ഞിട്ട് കിടന്ന് കീറി വിളിച്ചിട്ട്. ഇതങ്ങനെയല്ല. പിന്നെ ഇത് മണി മരിച്ചു, അമ്മ മരിച്ചു. അമ്മയെ നമ്മൾ ഇതാണ്ട് ഈ ഹാളിൽ ഇങ്ങനെ വെള്ളയൊക്കെ പുതപ്പിച്ച് ഇങ്ങനെ കിടത്തിയിരുന്നു. അതാണ് കണ്ടത്. നന്നായി. ഫൈനൽ ഡ്രീം ആയിരിക്കും. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. കിട്ടിയില്ല. എന്നെ കളിയാക്കണ്ട, അത് അങ്ങനെ തന്നെ നടക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട്. എന്തോ നമ്മെ വിളിച്ച് പറയുന്നത്, സ്വപ്നമൊക്കെ ബലിക്കാൻ പോകുന്നുണ്ടോ? കഷ്ടം. ഇതേ അപ്പൂപ്പന്റെ കാറ്റടിച്ചാണ്. അപ്പൂപ്പനാണല്ലോ ഇങ്ങനത്തെ കുറെ അന്ധവിശ്വാസം കാര്യമൊക്കെ ഉള്ളത്. കറക്റ്റ്. എന്തോ നമ്മ ഈ കാലത്ത് ഒരുമാതിരി സ്വപ്നം. എന്റെ മോളെ ഇത് തന്നെ രാത്രി മൊത്തം ഞായിരുന്നു പറഞ്ഞു തർക്കമായിരുന്നു. ഇല്ല നടക്കും ഫലിക്കും. പിന്നെ ഞാൻ കിടന്നുറങ്ങി. ഇടയ്ക്ക് എഴുന്നേറ്റ് നോക്കുമ്പോ ചാരി ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്നെ എന്റെ അച്ഛനെയൊക്കെ കളിയാക്കിക്കോ. അപ്പൂപ്പൻ കാണുന്ന എല്ലാ സ്വപ്നം നടക്കാറുണ്ടല്ലോ, അറിഞ്ഞൂടെ നിങ്ങൾക്കത്? ഇതുപോലെ നടക്കും. ഞാൻ കാണുന്ന സ്വപ്നം നടക്കാറുണ്ട്. എന്തോ അപ്പൊ നിന്റെ വല്ല ആഗ്രഹം പറ. അമ്മ സ്വപ്നമായിട്ട് അമ്മ കണ്ടേ സ്വപ്നം അമ്മ നടന്നേ? അമ്മക്ക് ഓർമ്മയില്ലല്ലോ. അമ്മ ഒരു കാര്യം ചെയ്യും, ഞാനേ പരീക്ഷ എഴുതാതെ ഫസ്റ്റ് ക്ലാസ്സിൽ ജയിക്കണം ഒരു സ്വപ്നം ഒന്ന് കാണാം. അങ്ങനെ ഇങ്ങനെ ഞാൻ ജയിച്ചു പോട്ടെ. അല്ല പ്രശ്നം അതല്ല, ഞാൻ ഇവള് മരിക്കുന്നല്ല, മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സെക്കൻഡ് മാരേജ് നടത്തുന്നു. അതാണ് അവളെ കൂടുതൽ തളർത്തി കളഞ്ഞത്. എന്നുവെച്ചാ അവളുടെ ആത്മാവിന് പോലും ഇഷ്ടമല്ല ഞാൻ കല്യാണം കഴിക്കുന്നത്. അതെന്തോന്നു വർത്താനം. അത് കൊള്ളാം, നല്ല സ്വപ്നം. അമ്മ പോയി കഴിഞ്ഞാ പിന്നെ അച്ഛനൊക്കെ വേറെ കല്യാണം കഴിക്കണ്ടേ? അല്ലെങ്കിൽ അത് ശരിയാണ്. ഞങ്ങൾക്കൊരു കൂട്ട് വേണ്ടേ? പിന്നല്ല, ഞങ്ങൾക്കൊരു അമ്മ വേണം, അച്ഛന് വേറെ ഭാര്യ വേണം. ഇനിയിപ്പൊ അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ പോലും ഞാൻ കല്യാണം നടത്തി കൊടുക്കും. ഞാനും സ്വപ്നത്തിലും അതൊക്കെ തന്നെ കണ്ടത്. കറക്റ്റാ നമ്മള് പറഞ്ഞത്. എന്തായാലും നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. മണി അതെ പാവമാണല്ലോ, ഒരു മണ്ടൂസ്. ഇന്നലെ കണ്ട സ്വപ്നം ഉണ്ടല്ലോ, അവള് വല്ലാത്തൊരു ഷോക്കായി പോയി. എന്തോ ഒരു ഭയം. രാവിലെ ആഹാരം ഉണ്ടാക്കാൻ ഗ്യാസ് കത്തിക്കാൻ പേടി. പിന്നെ ഞാനാണ് ഓൺ ചെയ്ത് കൊടുത്തത്. എല്ലാത്തിനും പേടി. ഇപ്പൊ നിൽക്കുന്നുണ്ടാ? അല്ലെങ്കിൽ ഇങ്ങനെയാണോ തുള്ളിച്ചാടി നിൽക്കുന്ന മണി? ഇങ്ങനെയാണോ നിൽക്കുന്നത്? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്തുമാത്രം കാര്യം പറഞ്ഞു കൊടുത്തു, ഒന്നുമില്ല. ഈ പെൺപിള്ളേരുടെ അടുത്ത് പറഞ്ഞാ കേൾക്കൂല, ഇത് നേരെ അടച്ചു വെക്കണം. എന്തമ്മ ഇവിടെ ഗ്യാസിന്റെ മണം ഉണ്ടോ നോക്ക്. ഗ്യാസിന്റെ മണം ഇല്ല. ഇല്ലേ? നല്ല മണം ഉണ്ട്. ഇല്ലമ്മ ഗ്യാസിന്റെ മണം ഉണ്ട്. എനിക്കൊന്നും അടിക്കല്ല. ഇല്ലേ? അവിടെയൊക്കെ ഉണ്ടാ സെല്ല്. അമ്മ റെഗുലേറ്റർ ഓഫ് അല്ലേ, പിന്നെ എവിടെ നമുക്ക് ഗ്യാസിന്റെ മണം വരുന്നത്? എല്ലാം ഓഫ് തന്നെ, പക്ഷെ മണം വരുന്നുണ്ട്. ലീക്ക് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഗ്യാസ് അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ അമ്മയ്ക്ക് ഈ സ്വപ്നം കണ്ടിട്ട് എന്തോ പേടി കിട്ടിയിട്ടുണ്ടെന്ന്. ഇനി അതായിരിക്കോ നോക്കളെ? മണം ഉണ്ടോ? ഇല്ലേ? മണത്തോക്ക്, നല്ലോണം മണത്തോക്ക്. ഉണ്ടല്ലേ? കണ്ടാ ഞാൻ പറഞ്ഞില്ലേ? ഒന്നുകൂടി നോക്കട്ടെ. അമ്മ ഓഫ് ചെയ്തേട്ടാ. തുറന്നു കിടക്കായിരുന്നല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ ഒറ്റ വിശ്വസിക്കൂല. ഗ്യാസ് തുറന്നു കിടക്കായിരുന്നു, അല്ലെങ്കിൽ മണം വരൂല. എന്ത് അപകടം അറിയോ? അതൊന്നും അറിയാതെ ആരെങ്കിലും വന്ന് കത്തിച്ചിരുന്നെങ്കിൽ ദൈവമേ തീ പിടിച്ചത്. അടുക്കള കാരണം ആൾക്കാർക്കല്ലേ നല്ല പ്രശ്നമുള്ളൂ.
നമ്മളൊക്കെ വല്ലതും കത്തിപ്പോയിരുന്നെങ്കിൽ എന്റെ ദൈവമേ, എന്തൊക്കെ സംഭവിച്ചേനെ. എത്ര വീടുകളൊന്നും നശിച്ചു പോയിരിക്കണം, അമ്മമാർ നശിച്ചു പോയിട്ട്. ഇനി ഞങ്ങൾ ശ്രദ്ധിച്ചോളാം അമ്മ. ശ്രദ്ധിച്ചോളാം അമ്മ. ശ്രദ്ധിക്കണം. ഭയങ്കര അപകടമാണ് കേട്ടോ. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണം. നിനക്കതിന്റെ മണം വല്ല അടിച്ചിരുന്നോ? ഇല്ലടി. പിന്നെ നീ എന്തോ അഭിപ്രായം കാണിച്ചവിടെ? എടി, അത് അമ്മയുടെ ഈ പ്രശ്നം മനസ്സിലാക്കിയിട്ട് ഞാനൊന്ന് നമ്പർ അടിച്ചതാണ്. ദൈവമേ, അമ്മയ്ക്ക് ശരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അച്ഛൻ പറഞ്ഞോലെ ഉണ്ട്. ഇപ്പൊ കണ്ടില്ലേ നീ?